സിമ്പിൾ ആൻഡ് സ്മാർട്ടർ എഡ്യൂക്കേഷനിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ബികോം സ്റ്റുഡൻസിൻ്റെ ഇൻകം ടാക്സ് 2 6th സെമസ്റ്ററിലെ മോഡ്യൂൾ 2 ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. Income from other sources. Income from other sources is the fifth and the last head of income, and income which does not fall under the first four head of income, namely income from salary, income from house property, profit and gains from business and profession, and capital gains to be included under this head. Income from other sources is divided into two groups. അപ്പോൾ ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന് പറയുന്നത് ഫിഫ്ത്ത് ആൻഡ് ലാസ്റ്റ് ഹെഡ് ഓഫ് ഇൻകം ആണ്. നമുക്കറിയാം 5 ഹെഡ്സ് ഓഫ് ഇൻകം ആണുള്ളത്. ഫസ്റ്റ് വൺ ഇൻകം ഫ്രം സാലറി, സെക്കൻഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, തേർഡ് വൺ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ് ആൻഡ് പ്രൊഫഷൻ, ഫോർത്ത് ക്യാപിറ്റൽ ഗെയിന്, ഫിഫ്ത്ത് ഇൻകം ഫ്രം അതർ സോഴ്സസ്. അപ്പം ഈ പറഞ്ഞ 4 ഹെഡ്സ് ഓഫ് ഇൻകത്തിലും വരത്തില്ലാത്ത ഐറ്റംസ് ഏതൊക്കെയാണോ ആ പറയുന്ന ഐറ്റംസ് എല്ലാം വരുന്നത് ഏതിലായിരിക്കും? ഇൻകം ഫ്രം അതർ സോഴ്സസിലാണ്. ഇതിന് 4 ഹെഡ് ഓഫ് ഇൻകത്തിൽ വരത്തില്ലാത്ത കാര്യങ്ങൾ വരുന്നതെല്ലാം ഇതിലായിരിക്കും? ഇൻകം ഫ്രം അതർ സോഴ്സസിലാണ്. ഇൻകം ഫ്രം അതർ സോഴ്സസ് ഈസ് ഡിവൈഡ് ഇൻ ടു 2 ഗ്രൂപ്പ്സ്, ജനറൽ ഇൻകം ആൻഡ് സ്പെസിഫിക് ഇൻകംസ്. അപ്പം അതർ സോഴ്സസ് ഇൻകത്തിന് നമ്മൾ 2 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ജനറൽ ഇൻകം, സ്പെസിഫിക് ഇൻകം എന്നും. അപ്പോൾ ജനറൽ ഇൻകത്തിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ അഗ്രികൾച്ചറൽ ഇൻകം ഫ്രം ലാൻഡ് സിറ്റുവേറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ. അതായത് ഔട്ട്സൈഡ് ഇന്ത്യയിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന ലാൻഡിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും അഗ്രികൾച്ചറൽ ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ അത് ജനറൽ ഇൻകത്തിൽ വരുന്നതാണ്. റെസിപ്റ്റ് ഫ്രം എ പേഴ്സൺ അതർ ദാൻ എംപ്ലോയർ. എംപ്ലോയർ അല്ലാതെ വേറൊരു വ്യക്തിയിൽ നിന്നുള്ള റെസിപ്റ്റുകൾ ഉണ്ടെങ്കിൽ അത് ജനറൽ ഇൻകമാണ്. ഇൻകം ഫ്രം സബ്ലെറ്റിംഗ് ഗ്രൗണ്ട് റെൻറ്റ്, ഇൻകം ഫ്രം റോയാലിറ്റി, ഏജൻസി കമ്മീഷൻ, മീറ്റിംഗ് ഫീ, സിറ്റിംഗ് ഫീ ഓർ ഡയറക്ടേഴ്സ് ഫീ, ഫാമിലി പെൻഷൻ, റെമ്യൂണറേഷൻ ഫോർ കൺസൾട്ടൻസി സർവീസസ്, ഇൻട്രസ്റ്റ് ഓൺ ടാക്സ് റീഫണ്ട്, ഇതൊക്കെയാണ് ജനറൽ ഇൻകത്തിൽ വരുന്നത്. അപ്പോൾ ജനറൽ ഇൻകത്തിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഒരു 4-5 എണ്ണമൊക്കെ നോക്കുക, ബാക്കിയുള്ളൊന്ന് വായിച്ച് വെക്കുക, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ജനറൽ ഇൻകം, സ്പെസിഫിക് ഇൻകം അതങ്ങനെ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി സ്പെസിഫിക് ഇൻകത്തിൽ വരുന്നതെന്ന് പറയുന്നത് ഡിവിഡൻഡ് ഫ്രം കമ്പനീസുകളിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡ് ഒക്കെ ഏതിൽ വരുന്നതാണ്? സ്പെസിഫിക് ഇൻകത്തിൽ വരുന്നതാണ്. ഇൻകം ഫ്രം വിന്നിംഗ് ഫ്രം ലോട്ടറീസ്, ക്രോസ് വേർഡ് പസിൽസ്, റേസസ് ഇൻക്ലൂഡിംഗ് ഹോൾസ് റേസസ്, കാർഡ് ഗെയിംസ് ഓർ ഗെയിംസ് ഓഫ് എനി സോർട്ട്, ടെലിവിഷൻ ഗെയിം, ഗാംബ്ലിംഗ്, ബെറ്റിംഗ് എക്സെട്ര. അപ്പം വിന്നിംഗ് ഫ്രം ലോട്ടറീസിൽ നിന്നോ ഹോൾസ് റേസിൽ നിന്നോ ക്രോസ് വേർഡ് പസിൽസിൽ നിന്നോ ഒക്കെ നമുക്ക് എന്തെങ്കിലും ഒരു ഇൻകം കിട്ടുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ആ ഇൻകം ഒക്കെ ഏത് ഇതിൽ വരുന്നതാണ്? ക്യാഷ്വൽ ഇൻകം ആണ് അല്ലേ? അപ്പോൾ ആ ക്യാഷ്വൽ ഇൻകം വരുന്ന എല്ലാം എന്താണ്? സ്പെസിഫിക് ഇൻകംസ് ആണ്. എമൗണ്ട് റിസീവ്ഡ് ആസ് ഗിഫ്റ്റ് ഇൻ ക്യാഷ് ഓർ ഇൻ കൈൻഡ് എക്സീഡിങ് ₹50,000. അതായത് ഗിഫ്റ്റ് കിട്ടുന്നത്, അതായത് 50,000-ന് മുകളിലുള്ള ഗിഫ്റ്റ്, അത് ക്യാഷ് ആയിട്ടായിക്കോട്ടെ എന്തെങ്കിലും സാധനമായിട്ടായിക്കോട്ടെ, 50,000 രൂപയ്ക്ക് മുകളിലായിട്ടുണ്ടെങ്കിൽ ആ കിട്ടുന്ന ഗിഫ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് സ്പെസിഫിക് ഇൻകത്തിൽ വരുന്നതാണ്. ഇൻകം ഫ്രം ലെറ്റിംഗ് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി ഓർ ഫർണിച്ചർ വെയർ ഇറ്റ് ഈസ് നോട്ട് എ റെഗുലർ ബിസിനസ് ഇൻകം. റെഗുലർ ബിസിനസ് ഇൻകം കിട്ടുന്നില്ലാത്ത രീതിയിൽ പ്ലാന്റ് ആൻഡ് മെഷീനറിയോ ഫർണിച്ചറോ ഒക്കെ നമ്മൾ ലെറ്റിങ്ങിന് വേണ്ടിയിട്ട് കൊടുത്തിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ സ്പെസിഫിക്കിൽ വരുന്നതാണ്. ഇൻകം റിസീവ്ഡ് അണ്ടർ എ കീമാൻ ഇൻഷുറൻസ് പോളിസി ഇഫ് ഇറ്റ് കനോട്ട് ബി ചാർജബിൾ അണ്ടർ ഇൻകം ഫ്രം സാലറീസ് ഓർ ഇൻകം ഫ്രം ബിസിനസ്. അതായത് കീമാൻ ഇൻഷുറൻസ് പോളിസി മാനേജറോ അല്ലെങ്കിൽ റിട്ടയർ ആവുന്ന സമയത്ത് അവർക്ക് ആ ഒരു ലോസ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നൊരു പോളിസിയാണ് കീമാൻ ഇൻഷുറൻസ് പോളിസി. അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും ഇൻകം റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്പെസിഫിക് ഇൻകം ആണ്. അത് ഇൻകം ഫ്രം സാലറിയിലോ ഇൻകം ഫ്രം ബിസിനസ് എന്നുള്ള ഇതിലോ നമ്മൾ എന്ത് ചെയ്യത്തില്ല? ചാർജ് ചെയ്യാറില്ല, അല്ലെ എടുക്കാറില്ല. ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ കോമ്പൻസേഷൻ ഓർ ആൻ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ, ഇതൊക്കെ സ്പെസിഫിക് ഇൻകം ആണ്.
ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഇൻകം ഫ്രം വിന്നിംഗ് ഫ്രം ലോട്ടറീസ് അതൊക്കെ സ്പെസിഫിക് ആണ് നോക്കുക. പിന്നെ ഗിഫ്റ്റിൻ്റെ കാര്യം പറയുന്നത് നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വരുന്നത് വേണം മെയിനായിട്ട് പഠിച്ചു വെക്കുക. അപ്പം ഗിഫ്റ്റിൻ്റെ കാര്യം പ്രോബ്ലത്തിൽ വരുന്നതാണ്. അത് എക്സംഡ് ആയിട്ടുള്ള 50,000 വരെ ആണെങ്കിൽ ഗിഫ്റ്റൊക്കെ എന്തായിരിക്കും, എക്സംഡ് ആയിരിക്കും. അപ്പോൾ 50,000-ന് മുകളിലാണെങ്കിൽ അത് ടാക്സിബിൾ ആണ്. അപ്പോൾ അത് പ്രോബ്ലത്തിൽ വരുന്നതാണ്. അതുകൊണ്ട് അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. Then dividend. Dividend is a sum received by a shareholder of a company on the distribution of its profit. ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡർ കമ്പനിയിൽ നിന്നും റിസീവ് ചെയ്യുന്നതാണ്. ഡിവിഡൻഡ് മേ ബി നോർമൽ ഡിവിഡൻഡ്, ഇൻറ്റിരം ഡിവിഡൻഡ്. ഡിവിഡൻഡ് തന്നെ രണ്ട് രീതിയിലുണ്ട്, നോർമൽ ഡിവിഡൻഡും ഉണ്ട്, ഇൻറ്റിരം ഡിവിഡൻഡും ഉണ്ട്. നോർമൽ ഡിവിഡൻഡ് എന്ന് പറയുമ്പോൾ എനി ഡിവിഡൻഡ് ഡിക്ലെയർഡ് ബൈ എ കമ്പനി അറ്റ് ഇറ്റ്സ് ആനുവൽ ജനറൽ മീറ്റിംഗ് ഈസ് കോൾഡ് എ നോർമൽ ഡിവിഡൻഡ്. അതായത് ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ കമ്പനി ഇപ്പോൾ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് നോർമൽ ഡിവിഡൻഡാണ്. ഇൻറ്റിരം ഡിവിഡൻഡ്. ദ ഡിവിഡൻഡ് ഡിക്ലെയർഡ് ബൈ എ കമ്പനി അറ്റ് എനി ടൈം പ്രയർ ടു ഈസ് ആനുവൽ ജനറൽ മീറ്റിംഗ് ഈസ് കോൾഡ് ഇൻറ്റിരം ഡിവിഡൻഡ്. ആനുവൽ ജനറൽ മീറ്റിങ്ങിൻ്റെ ഇടയ്ക്കായി ഡിക്ലെയർ ചെയ്യുവാണെങ്കിൽ അറ്റ് എനി ടൈം പ്രയർ ടു ഈസ് ആനുവൽ ജനറൽ മീറ്റിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഡിക്ലെയർ ചെയ്യുന്ന ഡിവിഡൻറ്റ് ഇൻറ്റിരം ഡിവിഡൻഡ് ആണ്. ഡിവിഡൻഡ് ഓൾസോ ഇൻക്ലൂഡ്സ് ഡീംഡ് ഡിവിഡൻഡ് അണ്ടർ സെക്ഷൻ 2 സബ്സെക്ഷൻ 22. അപ്പോൾ ഡിവിഡൻറ്റിൽ ഡീംഡ് ഡിവിഡൻറ്റ് കൂടി ഇൻക്ലൂഡ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ വരുന്നത് എനി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കമ്പനീസ് അസറ്റ്, എനി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിബഞ്ചർ, deposit certificate and bonus to preference shareholders, distribution on liquidation of a company. കമ്പനീസ് അസറ്റുകളെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന സമയത്തോ കമ്പനി ലിക്വിഡേഷൻ സംഭവിക്കുക ആ സമയത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഡിബഞ്ചർ ഡിസ്ട്രിബ്യൂഷനോ ഡെപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ് ഡിസ്ട്രിബ്യൂഷനോ ഒക്കെ ഉണ്ടെങ്കിൽ അതെന്താണ്, ഡീംഡ് ഡിവിഡൻഡ് ആണ്. അത് നമ്മൾ ഡിവിഡൻഡ് ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ ഓൺ റിഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ റിഡക്ഷൻ സംഭവിക്കുന്ന സമയത്ത് ലോൺ ഫ്രം എ പ്രൈവറ്റ് കമ്പനി ടു എ ഷെയർ ഹോൾഡർ ഹു ഹാസ് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഇൻ ദ കമ്പനി. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി, അതിലേതൊക്കെയാണ് വരുന്നത്, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ടാക്സേഷൻ ഓഫ് ഡിവിഡൻഡ്. ഇനി ഡിവിഡൻഡ് പ്രോബ്ലത്തിലൊക്കെ വരുമ്പം എങ്ങനെയാണ് ടാക്സേഷൻ അല്ലെങ്കിൽ എത്ര ഇതിലാണ് ടാക്സ് എടുക്കുന്നത് എന്നൊക്കെ ഉള്ളത് നോക്കണം. ടാക്സേഷൻ ഓഫ് ഡിവിഡൻഡ്. അതിൽ ഫസ്റ്റ് പോയിന്റ്, ഡിവിഡൻഡ് ഇൻക്ലൂഡിങ് ഡീംഡ് ഡിവിഡൻഡ് ഫ്രം ആൻ ഇന്ത്യൻ കമ്പനി ഓർ ഫ്രം എ മ്യൂച്വൽ ഫണ്ട്. It is exempt up to rupees 10 lakh from income tax section 10 subsection 34. അപ്പോൾ അത്ര നോക്കി വെച്ചാൽ മതി. ഡിവിഡൻഡ് അതായത് ഡീംഡ് ഡിവിഡൻഡ് എന്നൊക്കെ പറയുന്നത് ഡിവിഡൻഡ് ഇപ്പോൾ ഇന്ത്യൻ കമ്പനിയിൽ നിന്നോ അല്ലെ ഒരു ഡിവിഡൻഡ് റിസീവ് ചെയ്യുന്ന ഒരു മ്യൂച്വൽ ഫണ്ടിൽ നിന്നോ ആണെങ്കിൽ അത് 10 lakh വരെ എന്തായിരിക്കും, എക്സംപ്റ്റ് ആയിരിക്കും, അത് നമ്മൾ എടുക്കത്തില്ല. അപ്പോൾ അത് നോക്കി വെക്കുക. ഡിവിഡൻഡ് റിസീവ് ചെയ്യുന്ന ഇന്ത്യൻ കമ്പനിയിൽ നിന്ന് ഓർ ഫ്രം എ മ്യൂച്വൽ ഫണ്ടിൽ നിന്നാണെങ്കിൽ അത് 10 lakh വരെ എക്സംപ്റ്റ് ആണ്. ഡിവിഡൻഡ് ഫ്രം എ ഫോറിൻ കമ്പനി. ദ ഡിവിഡൻഡ് റിസീവ്ഡ് ഫ്രം എ ഫോറിൻ കമ്പനി ഈസ് ഫുള്ളി ടാക്സബിൾ ആൻഡ് ഇൻക്ലൂഡ് ഇൻ ദ ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഡിവിഡൻഡ് റിസീവ് ചെയ്യുന്നത് ഫോറിൻ കമ്പനിയിൽ നിന്നാണെങ്കിൽ ഫുള്ളി ടാക്സബിൾ ആണ്, ഇൻകം ഫ്രം അതർ സോഴ്സിൽ ഇൻക്ലൂഡഡും ആണ്. ഡിവിഡൻഡ് ഫ്രം എ കോപ്പറേറ്റീവ് സൊസൈറ്റി. The dividend received from a cooperative society is fully taxable and included in the income from other sources. ഇപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് ഡിവിഡൻഡ് റിസീവ് ചെയ്യുകയാണെങ്കിൽ അതും ഫുള്ളി ടാക്സബിൾ ആണ്, ഇൻകം ഫ്രം അതർ സോഴ്സിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഡിവിഡൻഡിൻ്റെ കേസ് 4 കാര്യങ്ങളാണ് പറയുന്നത്, 4 പോയിൻ്റാണ് ഓർത്ത് വെക്കേണ്ടത്. ഇന്ത്യൻ കമ്പനിയിൽ നിന്നോ മ്യൂച്വൽ ഫണ്ടിൽ നിന്നോ ഡിവിഡൻഡ് റിസീവ് ചെയ്യുകയാണെങ്കിൽ അത് എക്സംപ്റ്റ് ഫ്രം ടാക്സ് ആണ്. അതേസമയം കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ നിന്നോ ഫോറിൻ കമ്പനികളിൽ നിന്നോ ആണ് ഡിവിഡൻഡ് റിസീവ് ചെയ്യുന്നതെങ്കിൽ അത് ഫുള്ളി ടാക്സബിൾ ആണ്. അടുത്തത് ഇൻകം ഫ്രം വിന്നിംഗ് ഫ്രം ലോട്ടറീസ്, ക്രോസ്വേർഡ് പസിൽസ്, റേസസ് ഇൻക്ലൂഡിംഗ് ഹോൾസ് റേസസ്, കാർഡ് ഗെയിംസ് ഓർ ഗെയിംസ് ഓഫ് എനി സോർട്ട്, ഗെയിം ഷോ ഓർ ബെറ്റിംഗ്. അപ്പം വിന്നിംഗ് ഫ്രം ലോട്ടറീസ്, അതുപോലെ ക്രോസ്വേർഡ് പസിൽസ്, ഇൻകം ഫ്രം ഹോൾസ് റേസസ്, ഇതെല്ലാം എന്താണ്, ക്യാഷ്വൽ ഇൻകമാണ്. ഇനി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. Income from winning from lotteries, crossword puzzles, races including horse race, card games or games of any sort or betting are fully taxable and included in the income from other sources. ഇത് ഈ പറഞ്ഞ ഐറ്റംസ് ഒക്കെ എന്താണ്, ഫുള്ളി ടാക്സബിൾ ആണ്, ഇൻകം ഫ്രം അതർ സോഴ്സിൽ ഇൻക്ലൂഡഡ് ആണ്. ദ ഫോളോയിങ് റൂൾസ് ആർ ആപ്ലിക്കബിൾ ടു സച്ച് ഇൻകം. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻകത്തിന് ചില റൂൾസ് പറയുന്നുണ്ട്. ആ റൂൾസ് നോക്കിയിട്ട് മാത്രമാണ് അത് ടാക്സബിൾ ആണോ
എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് നോ എക്സ്പെൻസസ് ആർ അലൗഡ് ടു ഡിഡക്ട് ഫ്രം സച്ച് ഇൻകംസ്. ഈ പറഞ്ഞ ഇൻകം ഫ്രം വിന്നിങ് ഫ്രം ലോട്ടറീസ്, അതായത് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എക്സ്പെൻസസുകളൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിഡക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ലോട്ടറി ടിക്കറ്റ് പർച്ചേസ് ചെയ്തു അല്ലേ, ലോട്ടറി വിൻ ചെയ്തു, ആ ഇൻകം നമ്മൾ എടുക്കുന്ന സമയത്ത് അത് പർച്ചേസ് ചെയ്യാനുണ്ടായ എക്സ്പെൻസോ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എക്സ്പെൻസസുകളൊന്നും നമ്മൾ എന്ത് ചെയ്യില്ല, ആ ഇൻകത്തിൽ നിന്നും ലെസ് ചെയ്ത് അല്ലെ ഡിഡക്റ്റ് ചെയ്ത് നമ്മൾ കാണിക്കില്ല. ടാക്സ് വിൽ ബി ഡിഡക്റ്റഡ് സോൾസ് അറ്റ് 30% ഇഫ് ദ ഇൻകം എക്സീഡ്സ് എ ഫോളോയിങ് ലിമിറ്റ്. ഇനി ഈ പറയുന്ന ലിമിറ്റ് എക്സീഡ് ചെയ്യുവാണെങ്കിൽ നമ്മൾ 30%, അതായത് ക്യാഷ് ഇൻകത്തിന് ടാക്സ് എടുക്കും 30%, ഈ പറയുന്ന ലിമിറ്റ് എക്സീഡ് ചെയ്യുകയാണെങ്കിൽ മാത്രം. ഇഫ് ഇൻകം ഫ്രം വിന്നിങ് ഫ്രം ലോട്ടറീസ്, ക്രോസ് വേർഡ് പസിൽസ്, കാർഡ് ഗെയിംസ്, ഗാംബ്ലിംഗ് ഓർ ബെറ്റിംഗ് എക്സീഡ്സ് ₹10,000, വിന്നിങ് ഫ്രം ലോട്ടറിയിൽ നിന്ന് കിട്ടുന്ന ഇൻകം ക്രോസ് വേർഡ് പസിൽസോ കാർഡ് ഗെയിംസോ ഗാംബ്ലിംഗ് ബെറ്റിങ്ങോ ഇത് ഏതെങ്കിലും ഒരു ഇത് 10,000 മുകളിലായിട്ട് വരികയാണെങ്കിൽ അതിന് നമ്മൾ 30% ടാക്സ് എടുക്കും. ഇഫ് ഇൻകം ഫ്രം വിന്നിങ് ഫ്രം ഹോൾസ് റേസ് എക്സീഡ്സ് ₹5,000, ഇൻകം ഫ്രം വിന്നിങ് ഫ്രം റേസ് ഹോൾസ് ആണെങ്കിൽ അത് 5,000 എക്സീഡ് ചെയ്താൽ നമ്മൾ അതിന് 30% ടാക്സ് എടുക്കും. If net amount is given, it shall be grossed up by using the following formula. ഇനി നെറ്റ് എമൗണ്ട് ആണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ ഒരു ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് അതിനെ ഗ്രോസ്ഡ് അപ്പ് ചെയ്ത് കാണിക്കാൻ നമ്മൾ പറയും. അപ്പോൾ അതെങ്ങനെയാണ്, ഇക്വേഷൻ നോക്കാം. ഗ്രോസ് ഇൻകം ഈസ് ഈക്വൽ ടു നെറ്റ് എമൗണ്ട് ഇൻറ്റു 100/100 മൈനസ് TDS റേറ്റ്. നെറ്റ് എമൗണ്ട് ആണെങ്കിൽ നമ്മൾക്ക് ആ ഒരു ഐറ്റം തന്നിരിക്കുന്നതിൻ്റെ ഇപ്പുറത്തായിട്ട് ബ്രാക്കറ്റിൽ നെറ്റ് എന്ന ബ്രാക്കറ്റിൽ നമുക്ക് തരും. അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ടുള്ള എമൗണ്ട് വേണം കാണിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ആ തന്നിരിക്കുന്ന എമൗണ്ട് ഇൻറ്റു 100/100 മൈനസ് TDS റേറ്റ്. ക്യാഷ് ലിംഗത്തിൻ്റെ കേസിലാണ് TDS റേറ്റ് എന്ന് പറയുന്നത് 30% ആണ്. കാരണം ക്യാഷ് ലിംഗത്തിന് നമ്മൾ എടുക്കുന്ന ടാക്സ് എന്ന് പറയുന്നത് എത്രയാണ്, 30% ആണ്. അപ്പോൾ TDS റേറ്റ് 30% ആണ്. അപ്പോൾ നെറ്റ് എമൗണ്ട് തന്നിരിക്കുന്ന എമൗണ്ട് ഇൻറ്റു 100/100 മൈനസ് 30, അതായത് 70 എടുക്കും. ഒരു എക്സാമ്പിൾ നോക്കാം. മിസ്റ്റർ എസ് റിസീവ്ഡ് ₹70,000. TDS നമുക്ക് അറിയാം 30% ആണ്. ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ക്യാഷ് ഇൻകം ആണെങ്കിൽ അതിനെന്താണ് 30% ടാക്സ് ആണ് എടുക്കുന്നത്. റിസീവ്ഡ് 70,000 ആസ് വിന്നിങ് ഫ്രം ലോട്ടറീസ്, ഫൈൻഡ് ഔട്ട് ദ ടാക്സിബിൾ എമൗണ്ട് ഓഫ് ഇൻകം. അപ്പോൾ ഇത്ര മാത്രമേ തന്നിട്ടുള്ളൂ. വിന്നിങ് ഫ്രം ലോട്ടറിയിൽ നിന്ന് 70,000 മിസ്റ്റർ എക്സ് റിസീവ് ചെയ്തു, ടാക്സിബിൾ എമൗണ്ട് ഓഫ് ഇൻകം കണ്ടുപിടിക്കണം. അപ്പം വിന്നിങ് ഫ്രം ലോട്ടറി ആകുമ്പം ക്യാഷ് ഇൻകം ആണ്. ക്യാഷ് ഇൻകം 10,000 എക്സീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 30% ടാക്സ് എടുക്കും. ക്യാഷ് ഇൻകത്തിന് 30% ആണ്. അപ്പോൾ നമുക്ക് അത് അറിയാം 30% ആണെന്നുള്ളത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമാണ്. അപ്പോൾ 70,000 ഇൻറ്റു 100/100 മൈനസ് 30 ചെയ്യുക. അതായത് 70,000 ഇൻറ്റു 100/70 വരുമ്പോൾ 1 lakh ആണ് എമൗണ്ട് വരുന്നത്. അതാണ് നമ്മുടെ ഗ്രോസ് എമൗണ്ട് അല്ലെ ഗ്രോസ് അപ്പ് ചെയ്തു എന്ന് നമ്മൾ പറയും. ആ 1 lakh ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 10,000 മുകളിൽ. അപ്പം ഈ ഒരു കേസിൽ ശ്രദ്ധിക്കേണ്ട പോയിന്റുകൾ ഇൻകം ഫ്രം വിന്നിങ് ഫ്രം ലോട്ടറീസ് ഇതുപോലെ ക്യാഷ് ഇൻകമൊക്കെ 10,000 എക്സീഡ് ചെയ്ത് വരികയാണെങ്കിൽ നമ്മൾ 30% TDS എടുത്തിട്ട് ആ ഒരു ഗ്രോസ് അപ്പ് ചെയ്തായിരിക്കും കാണിക്കുന്ന ആ ഒരു ഫോർമുല പഠിച്ചു വെക്കണം. ഇനി ഇൻകം ഫ്രം വിന്നിങ് ഫ്രം റേസ് ഹോൾസ് മാത്രമാണെങ്കിൽ 5,000 എക്സീഡ് ചെയ്താലും നമ്മളത് ഗ്രോസ് അപ്പ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. എമൗണ്ട് റിസീവ്ഡ് ആസ് ഗിഫ്റ്റ് ഇൻ ക്യാഷ് ഓർ ഇൻ കൈൻ എക്സീഡിങ് ₹50,000. അപ്പോൾ ഈ ടെസ്റ്റ് പറഞ്ഞിരിക്കുന്ന അത് മൊത്തം നമ്മൾ വായിച്ചതാകണമെന്നില്ല, അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും. അപ്പോൾ ഇത്ര ഓർത്താൽ മതി. ഗിഫ്റ്റ് ക്യാഷ് ആയിട്ടോ കൈൻഡായിട്ടോ നമുക്ക് 50,000 മുകളിൽ വരുന്ന ഒരു ഗിഫ്റ്റാണ്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു എമൗണ്ട് റിസീവ് ചെയ്തു, അത് എന്തെങ്കിലും സാധനമായിട്ടാണെങ്കിൽ പോലും 50,000 മുകളിൽ വരുന്ന എമൗണ്ടിലുള്ളൊരു ഗിഫ്റ്റ് ആണെങ്കിലും ക്യാഷ് ആയിട്ടാണെങ്കിലും അതെന്താണ് ഫുള്ളി ടാക്സിബിൾ ആണ്. ഇനി ഒരു റിലേറ്റീവിൽ നിന്നാണ് ഗിഫ്റ്റ് റിസീവ് ചെയ്യുന്നതെങ്കിൽ അത് ഫുള്ളി എക്സംഡ് ആയിരിക്കും, അത് നമ്മൾ എടുക്കത്തില്ല. അതിപ്പോൾ 50,000 മുകളിലായെന്ന് പറഞ്ഞാലും റിലേറ്റീവ് ആണ് തന്നതെന്നുണ്ടെങ്കിൽ അത് ഫുള്ളി എക്സംഡ് ആയിരിക്കും. അല്ലാത്ത കേസിൽ 50,000 മുകളിലായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഫുള്ളി ടാക്സിബിൾ ആയിട്ടായിരിക്കും കാണിക്കുന്നത്. ഇനി 50,000 താഴെയാണ്, ഇപ്പോൾ ഗിഫ്റ്റ് ഫ്രം എ ഫ്രണ്ട്
10,000 അതും എന്തായിരിക്കും ഫുള്ളി എക്സംഡ് ആയിരിക്കും, അതും നമ്മൾ കാണിക്കില്ല. കാരണം 50,000 മുകളിൽ പോയാൽ മാത്രമേ അത് ടാക്സിബിൾ ആയിട്ട് കാണിക്കുള്ളൂ. 50,000 താഴെയുള്ള എമൗണ്ടിലുള്ള ഗിഫ്റ്റാണ് റിസീവ് ചെയ്യുന്നതെങ്കിൽ അത് ഫുള്ളി എക്സംഡ് ആയിരിക്കും. അതുപോലെ തന്നെ റിലേറ്റീവിൻ്റെ കയ്യിൽ നിന്നാണ് ഗിഫ്റ്റ് റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഫുള്ളി എക്സംഡ് ആയിരിക്കും. ഈ ഒരു കണ്ടീഷൻ മാത്രം ഗിഫ്റ്റിൻ്റെ കേസിൽ ഓർത്ത് വെച്ചാൽ മതി. ടെസ്റ്റ് പറഞ്ഞിരിക്കുന്ന അത്രയും പോയിന്റ് വായിച്ചാൽ നമുക്ക് കൺഫ്യൂഷൻ ആയിപ്പോൾ. അപ്പോൾ മെയിൻ പോയിന്റുകൾ മാത്രം ഓർത്ത് വെക്കുക. ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട് ഇൻകം ടാക്സിൻ്റെ ടെസ്റ്റിൽ, അപ്പോൾ എല്ലാം ഓർത്ത് വെക്കുക എന്നുള്ളത് ഡിഫിക്കൽട്ടാണ്. അടുത്തത് ടൈപ്സ് ഓഫ് സെക്യൂരിറ്റീസ് ആണ് നമ്മൾ നോക്കുന്നത്. സെക്യൂരിറ്റീസ് ആർ ഓഫ് 4 ടൈപ്സ്, 4 ടൈപ്പ് സെക്യൂരിറ്റീസുകളുണ്ട്. ടാക്സ് ഫ്രീ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, ടാക്സ് ഫ്രീ കൊമേഴ്ഷ്യൽ സെക്യൂരിറ്റീസ്, ലെസ് ടാക്സ് സെക്യൂരിറ്റീസ്, അങ്ങനെ 4 ടൈപ്പ് സെക്യൂരിറ്റീസുകളുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടാക്സ് ഫ്രീ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആണ്. അതുപോലെ ഇതൊരു തിയറി ക്വസ്റ്റ്യനും കൂടി ചോദിക്കാവുന്നതാണ് ടൈപ്പ് ഓഫ് സെക്യൂരിറ്റീസ്, അത് നോക്കി വെക്കണം. ടാക്സ് ഫ്രീ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്നാണ് നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ദീസ് സെക്യൂരിറ്റീസ് ഈസ് ഫുള്ളി എക്സംപ്റ്റ് ഫ്രം ടാക്സ്, ഹെൻസ് ദേ ആർ നോട്ട് ഇൻക്ലൂഡ് ഇൻ ദ ടോട്ടൽ ഇൻകം ഓർ ടാക്സ്ഡ്. അതായത് ടാക്സ് ഫ്രീ ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ അതിൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്, ടാക്സ് ഫ്രീ ഗവൺമെൻറ് സെക്യൂരിറ്റീസിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഫുള്ളി എക്സംപ്റ്റ് ആണ്, നമ്മൾ എടുക്കത്തില്ല, എക്സംപ്റ്റ് ആണ്, എക്സംപ്റ്റ് ഫ്രം ടാക്സിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ദേ ആർ നോട്ട് ഇൻക്ലൂഡ് ഇൻ ദ ടോട്ടൽ ഇൻകം ഓർ ടാക്സ്ഡ്, അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കത്തില്ല. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. 12-year നാഷണൽ സേവിങ്സ് ആനുവിറ്റി സർട്ടിഫിക്കറ്റ്, പിന്നെ നാഷണൽ ഡിഫൻസ് ഗോൾഡ് ബോണ്ട്, സ്പെഷ്യൽ ബിയറർ ഫണ്ട്, ട്രഷറി സേവിങ്സ് ഡെപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ്, നാഷണൽ പ്ലാൻ സർട്ടിഫിക്കറ്റ്, പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്. പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ ശ്രദ്ധിക്കേണ്ടത് ഇൻഡിവിജ്വൽ അക്കൗണ്ട് ആണെങ്കിൽ 3,500 വരെ എക്സംപ്റ്റ് ആണ്, ജോയിൻറ്റ് അക്കൗണ്ട് ആണെങ്കിൽ 7,000 വരെയും എക്സംപ്റ്റ് ആണ്. അപ്പോൾ അതിൽ ഓർത്ത് വെക്കേണ്ടത് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന എമൗണ്ടിൽ 3,500 വരെ നമുക്ക് എക്സംഷൻ ഉള്ളൂ. ജോയിൻറ്റ് അക്കൗണ്ട് ആണ് 7,000 വരെ എക്സംഷൻ ഉള്ളൂ. ദെൻ PO ക്യുമുലേറ്റീവ് ടൈം ഡെപ്പോസിറ്റ് അക്കൗണ്ട്, ഗോൾഡ് ഡെപ്പോസിറ്റ് ബോണ്ട്, സ്പെഷ്യൽ ഡെപ്പോസിറ്റ് സ്കീം, PO ക്യാഷ് സർട്ടിഫിക്കറ്റ്. ടാക്സ് ഫ്രീ ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ വരുന്നത് ഇതൊക്കെയാണ്. ഇത് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കണം, എങ്കിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ അപ്പം ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് എന്ന് പറയുമ്പോൾ ഫുള്ളി എക്സംപ്റ്റ് ആയിട്ടാണ് നമ്മൾക്ക് കാണിക്കേണ്ടത്, അല്ലെങ്കിൽ ഗ്രോസപ്പ് ചെയ്തിട്ട് കാണിക്കേണ്ടതാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇനി ടാക്സ് ഫ്രീ ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ മെയിനായിട്ട് ഓർത്ത് വെക്കേണ്ടത് നാഷണൽ ഡിഫൻസ് ഗോൾഡ് ബോണ്ട്, അതുപോലെ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്, നാഷണൽ പ്ലാൻ സർട്ടിഫിക്കറ്റ്. ഈ 3 കൂടുതലായിട്ടും മിക്ക ക്വസ്റ്റ്യനിലും ചോദിച്ച് കണ്ടിട്ടുള്ളത്. എന്നാലും ഇതും ഏതൊക്കെയാണെന്നൊന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കണം. അടുത്തത് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. These securities are issued by central or state government. No tax is deducted at source on government securities, so the interest need not be grossed up. The interest on such securities is fully taxable. Government securitiesന്റെ കേസിൽ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്ന ആരായിരിക്കും? സെൻട്രൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്. അതുപോലെ ഇൻട്രസ്റ്റ് നമ്മൾ ഒരിക്കലും ഗ്രോസ് അപ്പ് ചെയ്തിട്ട് കാണിക്കത്തില്ല. ആ ഒരു സെക്യൂരിറ്റീസിനുള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഫുള്ളി ടാക്സബിൾ ആണ്. അടുത്തത് ടാക്സ് ഫ്രീ കൊമേഴ്ഷ്യൽ സെക്യൂരിറ്റീസ്. ദീസ് ആർ ഇഷ്യൂഡ് ബൈ കമ്പനീസ് ഓർ കോർപ്പറേഷൻസ്. The interest is not tax free. Tax on interest is paid by the company. While computing income, the gross interest plus tax paid by the company is included in the income. ടാക്സ് ഫ്രീ കൊമേഴ്ഷ്യൽ സെക്യൂരിറ്റീസിൽ ഇഷ്യൂ ചെയ്യുന്നത് കമ്പനീസ് അല്ലെ കോർപ്പറേഷൻസുകളാണ്. ഒരിക്കലും ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ടാക്സ് ഫ്രീ അല്ല. ടാക്സ് ഓൺ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്ന ആരാണ്? കമ്പനിയാണ്. ദെൻ ഇൻവെസ്റ്റേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഇത് ടാക്സ് ഫ്രീ ആണ്. അപ്പോൾ ഗ്രോസ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് പ്ലസ് ടാക്സ് പെയ്ഡ് ബൈ ദ കമ്പനി ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഇൻകം. അതായത് നമ്മൾ ടാക്സ് ഫ്രീ കൊമേഴ്ഷ്യൽ സെക്യൂരിറ്റീസിൽ നമ്മൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഗ്രോസ് അപ്പ് ചെയ്താണ് കാണിക്കുന്നത്. അപ്പോൾ TDS റേറ്റ് എന്ന് പറയുന്നത് 10% ആണ്. നമ്മൾ ക്യാഷ് ലിംഗത്തിനെ പഠിച്ചപ്പോൾ പറഞ്ഞു TDS റേറ്റ് 30% ആണ്. 30% ടാക്സ് എടുക്കുമെന്ന് എന്ന് പറയുന്നില്ല. ടാക്സ് ഫ്രീ കൊമേഴ്ഷ്യൽ സെക്യൂരിറ്റീസിൽ TDS റേറ്റ് 10% ആണ്. നമ്മൾ 10% ആണ് ടാക്സ് എടുക്കുന്നത്. അതായത് തന്നിരിക്കുന്ന എമൗണ്ട് ഇൻറ്റു 100/100 - 10 ചെയ്താൽ മതി. അങ്ങനെയാണ് ഗ്രോസ്ഡ് അപ്പ് ചെയ്ത് കാണിക്കുന്നത് എന്ന് പറയുന്നത്.
അടുത്തത് ലെസ് ടാക്സ് സെക്യൂരിറ്റീസ്. ദീസ് ആർ സെക്യൂരിറ്റീസ് ഫ്രം വിച്ച് ടാക്സ് അറ്റ് പ്രിസ്ക്രൈബ്ഡ് റേറ്റ് ഈസ് ഡിഡക്റ്റഡ് ആൻഡ് ബാലൻസ് ഇൻട്രസ്റ്റ് ഈസ് പെയ്ഡ് ടു ദ ഇൻവെസ്റ്റർ. ദ TDS റേറ്റ് ഓൺ ഇൻട്രസ്റ്റ് ഈസ് 10%. ഇപ്പോൾ ലെസ് ടാക്സ് സെക്യൂരിറ്റീസിൽ നമ്മൾ TDS റേറ്റ് ഇൻട്രസ്റ്റിന് എടുക്കുന്ന എത്ര പെർസെൻറ്റേജ് ആണ്? 10% ആണ്. While calculating the income, if it is a gross interest which is included in the income. Gross interest എന്ന് പറയുന്നത് ഇൻകത്തിൽ ഇൻക്ലൂഡഡ് ആണ്. ഇനി നെറ്റ് ഇൻട്രസ്റ്റ് ആണ് തന്നിരിക്കുന്നത് എങ്കിൽ നമ്മൾ ഫോർമുല ഉപയോഗിച്ച് എന്ത് ചെയ്യും? ഗ്രോസ്ഡ് അപ്പ് ചെയ്താണ് കാണിക്കുന്നത്. ഗ്രോസ് ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു നെറ്റ് ഇൻട്രസ്റ്റ് ഇൻറ്റു 100/100 മൈനസ് TDS റേറ്റ്. TDS റേറ്റ് എന്ന് പറയുന്നത് 10% ആണ്. അപ്പോൾ 100 മൈനസ് 10 90 ആണ് വരുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. മിസ്റ്റർ എസ് റിസീവ്ഡ് ₹9,000. TDS 10% ആസ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ. ഫൈൻഡ് ഔട്ട് ദ ടാക്സിബിൾ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പം നമുക്ക് തന്നിരിക്കുന്ന എമൗണ്ട് 9,000 ആണ്. അപ്പം 9,000 ഇൻറ്റു 100/100 മൈനസ് 10, അതായത് 90. അപ്പം നമുക്ക് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 10,000 ആണ്. അപ്പം ഈ ഓരോ ടൈപ്സ് സെക്യൂരിറ്റീസിൽ ടാക്സ് ഫ്രീ ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ ഏതൊക്കെയാണ് വരുന്നത്? ടാക്സ് ഫ്രീ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്ന് പറയുമ്പോൾ ഫുള്ളി എക്സംപ്റ്റ് ആണ്. ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആണെങ്കിൽ ഫുള്ളി ടാക്സിബിൾ ആണ്. ലെസ് ടാക്സ് സെക്യൂരിറ്റീസും ടാക്സ് ഫ്രീ കൊമേഴ്ഷ്യൽ സെക്യൂരിറ്റീസും നമ്മൾ ഇൻട്രസ്റ്റ് എന്ത് ചെയ്താണ്? ഗ്രോസ്ഡ് അപ്പ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. അപ്പം ടൈപ്സ് ഓഫ് സെക്യൂരിറ്റീസ് ഈ ഒരു പോയിന്റ് നോക്കി വെക്കുക. അതുപോലെ ഗിഫ്റ്റ്, ഡിവിഡൻറ്റ്, ഇതൊക്കെ മെയിനായിട്ട് നമ്മൾക്ക് പ്രോബ്ലത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ കണ്ടീഷൻസുകൾ നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഡിഡക്ഷൻസ് അലവബിൾ അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം അതർ സോഴ്സ്. അതായത് ഇൻകം ഫ്രം അതർ സോഴ്സ് ആ ഒരു ഹെഡിൽ വരുന്ന ഡിഡക്ഷൻസ് ഏതൊക്കെയാണ്, ഡിഡക്ഷൻസ് അല്ലാത്ത ഏതൊക്കെയാണ്, പിന്നെ ഇല്ലുസ്ട്രേഷൻസുകളുമാണ്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.